കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്ക് സമീപത്തുള്ള കരുവമ്പൊയിൽ ആദ്യം തൊട്ടേ പുരോഗമനപരമായ നീക്കങ്ങൾക്ക് മുന്നിലായിരുന്നു. 1921 ബ്രിട്ടീഷ് ആക്രമണങ്ങളെ വാര്യംകുന്നനോടൊപ്പം നിന്ന് പൊരുതിയതിന് അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ട അബൂബക്കർ കുട്ടി മുസല്യാർ, കുഞ്ഞിമോയിൻ ഹാജി തുടങ്ങിയവരുടെ പിൻഗാമികൾക്ക് പ്രതിരോധം പുത്തരിയാവാൻ വഴിയില്ല. ഈ ഒരു പശ്ചാത്തലമുള്ള നാട്ടിലാണ് അബൂബക്കർ ജനിക്കുന്നത്, ഹസൻ്റെയും ഉമ്മയ്യയുടെയും മൂത്ത പുത്രനായി. കരുവമ്പൊയിലുള്ള കുറേ സംഗതികൾ വെച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ ഒരു ആർട്ടിസാൻസ് കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ കരുവൻപൊയിൽ എന്ന് പറഞ്ഞാൽ കൊല്ലന്മാരുടെ ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിനാണ് അത് വരുന്നത്. വിശക്കുന്നവൻ്റെ വിശപ്പ് മാറുക എന്നുള്ള കാര്യത്തിൽ എല്ലാവരെയും സഹായിക്കുന്ന രീതിയാണുള്ളത്. ഇവിടെ ഇടയ്ക്ക് ഒരു ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമത്തെ തന്നെ ഇവിടെയുള്ള രാമൻകുട്ടിയെ പോലുള്ള ആൾക്കാർ എതിർത്ത് തോൽപ്പിക്കാനുണ്ടായത്. അന്ന് ഞങ്ങളുടെ കുടുംബം തന്നെ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. അന്ന് ഈ അബൂബക്കർ സാഹിബ് മണാശ്ശേരിയിൽ അധ്യാപകനാണ്. ആ കാലഘട്ടത്തിലാണ്, അതിനിടക്കും ചെറുപ്പം മുതലേ ഞങ്ങൾ പരിചയമുണ്ട്. അന്ന് വ്യാപകമായിട്ട് കരുവമ്പൽ പ്രദേശത്ത് വ്യാപകമായിട്ട് 1 or 2 വീട്, 10 അതിൽ കൂടുതലില്ല, ഓടിട്ടതുള്ളൂ. ഒരു വാർപ്പിൻ്റെ വീടേ ഇവിടെ ഉള്ളൂ, KC ആലിയാജിയുടെ. എൻ്റെ വീടും അങ്ങനെ ഓലപ്പുരയായിരുന്നു. അത് പൊളിച്ച് കഴിക്കോലൊക്കെ മാറ്റിയ ആ സന്ദർഭത്തിൽ 82-85 കാലഘട്ടത്തിലാണ് എൻ്റെ അഭിപ്രായം. ഓട് വാങ്ങിയിട്ട് വന്ന അദ്ദേഹമാണ്. അന്ന് 1000 ഓടിന് 3000 രൂപ, ഒരു ഓടിന് 300 രൂപ, വിലയുള്ള കാലഘട്ടത്തിൽ. അങ്ങനെയാണ് ഞാൻ വീട് ഓടിടുന്നത്. അപ്പം ഒന്നുകൂടി അധ്വാനവുമായിട്ട് അടുത്ത് ഇടവഴികളുടെ സന്ദർഭം ഉണ്ടായി. അപ്പം നമ്മൾ എൻ്റെ മകളുടെ കല്യാണം, അന്നത്തെ വലിയ സംഖ്യയും ഇന്നത്തെ ചെറിയ സംഖ്യയുമായി ചെറിയൊരു തുക, ഇന്ന് ചെറിയ തുക, അന്ന് വലിയ തുക, ആ 3 പെൺമക്കളെയും കല്യാണത്തിന് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പ് മുതൽക്കേ ഒരു സുന്നി മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്ത് ഒരു ധ്രുവീകരണം നടന്നിട്ടുണ്ട്. ഇപ്പം വളരെയേറെ സമന്വയത്തിൻ്റെതായ ഭാഗം വന്നു. അപ്പോൾ അക്കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിരുന്ന കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ട് ഒരു യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കി. ഡോക്ടർ അബ്ദുൽ ഖാദർ ആയിരുന്നു അതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെല്ലാവരും, സീതിക്കുട്ടി മാഷ് തുടങ്ങിയിട്ടുള്ള ഞങ്ങളെല്ലാ ആൾക്കാരും ചേർന്നുകൊണ്ടുള്ള ഒരു യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ. അതിൽ സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്ത് ഇസ്ലാമുണ്ട്, ഒരു പാർട്ടി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗവും ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യനിര അന്ന് തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു വളരെ വിപ്ലവമുണ്ടാക്കിയിരുന്ന, വളരെ ആഘാതമുണ്ടാക്കിയിരുന്ന സുന്നി മുജാഹിദ് വിഭാഗീയത ഉണ്ടായത്. അന്ന് കുറേ വീടുകളെ അകറ്റുകയും കബറിടം പോലും നിഷേധിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് ഞങ്ങളുടെ സൗഹൃദം വളരെ നല്ല രീതിയിൽ തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലെ ഗ്രാമദീപം വായനശാലയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം കരുവമ്പൊയിൽ യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ, അതൊരു വലിയ സംഭവമായിരുന്നു എന്ന് പറയാം. അവിടെ അന്നത്തെ ചെറുപ്പക്കാർ മുഴുവനും ഒന്നിച്ച് നിർത്തി അബുമാഷും ഞാനും ഒക്കെ കൂടി ആണ് അത് കൊണ്ടുപോയത്. അബു നല്ല ബ്രൈറ്റാണ്, ഇൻ്റലിജൻ്റാണ്. പ്രത്യേകം മാത്സ് ക്ലാസ്സിലൊക്കെ ഞങ്ങൾ കുറച്ച് പേരിൽ ഞങ്ങൾ തന്നെ അത് കമ്പയർ ചെയ്യലുണ്ട്. അബുനാണ് പെട്ടെന്ന് അതൊക്കെ ഗ്രഹിക്കാനുള്ള കഴിവ് ഒന്നത്. പിന്നെ പബ്ലിക്കുമായിട്ട് ഇടപെടാനുള്ള, ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇടപെടാനുള്ള അന്യോന്യുള്ള ഇൻട്രാക്ഷന്, ഇതിലൊക്കെ അബു വളരെ ഇൻ്റലിജൻ്റാണ്. നമ്മളൊക്കെ കുറച്ച് സ്ലോ ആണ് അതിൽ കാര്യങ്ങൾ. സത്യം പറയുകയാണ്, ഞാനൊരു ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഈ മേഖലയിൽക്കാട്ട് എത്തിയെന്നല്ലാതെ സത്യത്തിൽ അബു വളരെ ബ്രൈറ്റാണ്. ക്ലാസ്സിലൊക്കെ എല്ലാം വേഗം മനസ്സിലാവും, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ.
ഞാൻ സുന്നി പ്രസ്ഥാനത്തിൻ്റെ എഫ് ഗ്രൂപ്പിൻ്റെ സജീവളാണ്. ഒരു കാര്യത്തിലും പ്രവർത്തനത്തിലുമൊക്കെ എല്ലാം എന്ത് സഹായം അവനാൽ കഴിയുന്നവൻ്റെ പാർട്ടിൻ്റെ പേരിലും വ്യക്തിപരമായിട്ടും ചെയ്യുന്ന സഹായമാണെങ്കിലും ആർക്കും ചെയ്തു കൊടുക്കാനും സംസാരിക്കാനും അവന് എപ്പോഴും സന്നദ്ധ കാണിക്കലുണ്ട്, സന്നദ്ധതയിലാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, സുന്നികളുണ്ട്, AP സുന്നികളുണ്ട്, മറ്റ് സുന്നികളുണ്ട്. ഇങ്ങനെയൊക്കെ പല ആദർശവും ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെയും ഈ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ ജ്യേഷ്ഠൻ തന്നെയാണ് ഒരു മാർഗദർശി എന്ന് പറയുന്ന രീതിയിൽ ഉള്ളത്. ചേന്നമല്ലൂർ പോയ സമയത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനമാണ്. അവിടുന്ന് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ പഠിച്ചു. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാരനായില്ല. അരീക്കോട് പോയി ഞാൻ പഠിച്ച ജമാഅത്ത് ഇസ്ലാമി വെച്ചുകൊണ്ട് അവിടുന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരനായി. പിന്നീട് അവിടെ നമ്മൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ISL വന്നു, ഐഡിയൽ സ്റ്റുഡൻസ് ലീഗ് ഉണ്ടായി. പിന്നെ അവിടെ ഞങ്ങൾ ISA എന്ന് പറഞ്ഞിട്ടൊരു സംഘടന നമ്മൾ അരീക്കോട് തന്നെ ഉണ്ടാക്കി, ഇസ്ലാമിക് സ്റ്റുഡൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഒരു നീതിപൂർവകമായ സമീപനമാണ് പ്രിൻസിപ്പാൾ KP മുഹമ്മദ് മൗലവിയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്ന് KP മുഹമ്മദ് മൗലവിയാണ്, രണ്ടാമത്തത് എൻ്റെ പിതാവാണ്. അതായത് ഒരു നീതിപൂർവകമായ, ഏത് വിഷയത്തിലും നീതിപൂർവകമായ സമീപനം വേണം എന്നുള്ള എനിക്കുള്ള അതിൻ്റെ ബാലപാഠം കിട്ടിയിട്ടുള്ളത് അവരിൽ നിന്നാണ്. ഏതായാലും 70 മുതൽ 71, 73 വരെ ഇവിടെ ക്ലാസ്സിൽ അബൂബക്കർ ഇരുന്നുണ്ട്. ക്ലാസ്സിൽ പിന്നെ ഏത് വിഷയം പഠിപ്പിച്ചൊന്നും ഓർമ്മയില്ല. 46 കൊല്ലമായില്ല. പഠിക്കുന്ന കാലത്ത് പിന്നെ 70-ലേറ്റ ഒരു മിച്ചഭൂമി പ്രശ്നം ഉണ്ടായി. നമുക്ക് അറബി കോളേജിന് ഇപ്പോൾ പുതിയ അറബി കോളേജിൻ്റെ നിൽക്കുന്ന സ്ഥലത്ത് അതിലല്ലായിരുന്നു പണ്ട് പഴയതായിരുന്നു. അബൂബക്കറൊക്കെ പഠിച്ചിരുന്നൊക്കെ, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത്. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് നിൽക്കുന്നത് കുറച്ച് വലിയൊരു പറമ്പ് പിന്നെ സംഭാവനയായിട്ട് കിട്ടിയാണ് ജമിയത്തുൽ മുജാഹിദീന്, കുഴപ്പത്തോടി വകയിലായിട്ട് കിട്ടിയാണ്. അപ്പോൾ അത് മിച്ചഭൂമിയാന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊടിയുത്താൻ വന്നിരുന്നു അവിടെ. അപ്പോൾ അന്ന് പിന്നെ ഈ അബൂബക്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കുറച്ച് കുട്ടികൾ, പോലീസുമായിട്ട് ഏറ്റുമുട്ടി. എൻ്റെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ക്ലാസ്സിൽ ഓർമ്മയില്ലെങ്കിലും പുറത്തതിന് നെറ്റിക്ക് പിന്നെ മുറിയായിട്ട് ചോരയേൽപ്പിച്ച് വരുന്നൊക്കെ എന്നുള്ളത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവിയായി പൊതുപ്രവർത്തന മണ്ഡലത്തിൽ പ്രവേശിച്ച അബൂബക്കർ കേരളത്തിൽ വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ മാറ്റത്തിൻ്റെ കാഹളമായി മാറിയ ഐഡിയൽ സ്റ്റുഡൻസ് ലീഗ് രൂപീകരിച്ചപ്പോൾ അതിൽ അംഗമായത് സ്വാഭാവികം. പിന്നീട് സിമി സ്ഥാപിതമായപ്പോൾ അതിൻ്റെ നേതൃനിരയിലുമെത്തി. 80കളുടെ ആദ്യത്തിൽ സിമി സംസ്ഥാന പ്രസിഡൻ്റായി. പിന്നെ ഏതാണ്ട് 30 കൊല്ലത്തോളം വളരെയേറെ കഠോരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടും ഇതുവരെ ഒരു അറസ്റ്റിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ എല്ലാവരും പറയുന്നല്ലോ തീവ്രവാദ പ്രസ്ഥാനം, ഭീകരവാദ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, NDF-നെ പറ്റി, പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയൊക്കെ. ഇതുവരെ ഈ മാർഗത്തിൽ ഒരു തുള്ളി രക്തം പോലും എനിക്ക് നൽകേണ്ടി വന്നു, ഒരു തുള്ളി പോലും രക്തം നൽകേണ്ടി വന്നിട്ടില്ല. റെയ്ഡിൻ്റെ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ്. ആ എക്സാമിൻ്റെ ദിവസങ്ങളിലാണ് അത് നടന്നത്. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് ബസ്സിൽ വരുമ്പോൾ വീടിന് മുന്നിൽ നിറയെ പോലീസുകാർ, വീടിനകത്ത് പിന്നെ മുറ്റത്ത് ചുറ്റും നിറയെ പോലീസ്. അപ്പോൾ പോലീസ് വന്നിട്ട് പിന്നെ എല്ലായിടത്തും സെർച്ച് ചെയ്ത് എൻ്റെ പിന്നെ മേശവലിപ്പ് തുറന്നിട്ട് അതിൽ നിന്ന് കുറേ കത്തുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതാന്ന്. അപ്പോൾ ഹസ്ബൻഡ് അയച്ച കുറേ കത്തുകൾ. അപ്പോൾ അതൊക്കെ പിന്നെ അത് ലോക്ക് ചെയ്തിട്ടപ്പോൾ അത് തുറക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ തുറന്നപ്പോൾ ഒരു കത്തൊക്കെ എടുത്ത് ഇങ്ങനെ തുറന്നു. പിന്നെ എൻ്റെ ഒരു ഗോൾഡ് ഒക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ വാപ്പ ഇതെന്തിനാ ഇതിൽ വെച്ചത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ. പിന്നെ അടുക്കളയിൽ പോയപ്പോൾ ഉമ്മച്ചിൻ്റെ കൂടെ പിന്നെ വനിതാ പോലീസ്, പിന്നെ നമുക്ക് എല്ലായിടത്തും പോലീസ്, ആ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു അന്ന്. പിന്നെ ആർക്കും പേടിയൊന്നും ആയില്ല. ഉമ്മച്ചിക്കായാലും ഞങ്ങൾക്കായാലും ഒന്നും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിയും ആയില്ല. പിന്നെ അന്ന് ആകെ കൂടി വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ടെലിഫോൺ ബില്ല്, 2 മാസത്തെ ടെലിഫോൺ ബില്ലാണ് അവിടെ നിന്ന് എടുത്ത്. പക്ഷെ പിറ്റേന്നത്തെ പത്രം കണ്ടപ്പോഴാണ് ശരിക്കും ചിരി വന്ന്. പിന്നെ വിലപ്പെട്ട പല രേഖകളും കണ്ടു കിട്ടിയെന്നും പറഞ്ഞിട്ട് പിറ്റേന്നത്തെ പത്രത്തിൽ പിന്നെ ന്യൂസ് വന്ന്. അടിയന്തരാവസ്ഥ കാലത്ത് 1975 കാലഘട്ടങ്ങളിൽ, 76 കാലഘട്ടങ്ങളിൽ അദ്ദേഹമാണ് എനിക്ക് വിക്ടർ യൂഗോവിൻ്റെ പാവങ്ങൾ എന്ന പുസ്തകം വായിക്കാൻ തന്നത്. അദ്ദേഹത്തിന് അത് കൊടുത്തത് ഈയിടെ മരണപ്പെട്ട PN ദാസ് ആയിരുന്നു.
എൻ്റെ അധ്യാപകനായിരുന്നല്ലോ. ഈ പാവങ്ങൾ എന്ന പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തരികയും ആ പുസ്തകം എൻ്റെ വായനയെ ഒരുപാട് ദീപ്തമാക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് 157 വർഷങ്ങൾക്ക് മുമ്പേ വിക്ടർ യൂഗോ ഫ്രാൻസിൽ വെച്ച് എഴുതിയ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ യൂഗോ പറയുന്നുണ്ട്, എവിടെ ആളുകൾ നിരക്ഷരരായിരിക്കുന്നുവോ, എവിടെ ആളുകൾ ദാരിദ്ര്യത്തിൽ ആണ്ട് കിടക്കുന്നുവോ, എവിടെ ആളുകൾ യാതന അനുഭവിക്കുന്നുവോ അവിടെയൊക്കെ ഈ പുസ്തകത്തിന് പ്രസക്തിയുണ്ടെന്ന്. ഒരു പക്ഷേ ഈ അബൂബക്കർ സാഹിബ് പോലും അറിയാതെ 30 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 35 വർഷങ്ങൾക്ക് മുമ്പേ ഈ പുസ്തകം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. കാരണം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഓർഗനൈസിംഗ് ഒക്കെ ഈ പുസ്തകത്തിൽ നിന്നായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് എഴുതിയ കവിത എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഉമ്മ അപ്പോൾ അത് കണ്ടപാടന്നെ പറഞ്ഞത് നല്ലോണം എഴുതണം, ഇനിയും എഴുതണം, എന്നിട്ട് നമുക്കിതൊരു പബ്ലിഷ് ചെയ്യുക, ഒരു ബുക്കാക്കി നമുക്ക് പ്രസിദ്ധീകരിക്കാമെന്നല്ല ഉമ്മ അപ്പോൾ ഫസ്റ്റ് പറയുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ എൻ്റെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എന്നാലും അങ്ങനൊരു ചെറിയൊരു സ്വപ്നം, അല്ലെങ്കിൽ അത് അന്ന് ആ ഒരു ഏജ് വെക്കുമ്പോൾ ഒരു വലിയ സ്വപ്നമായിരുന്നു, നടക്കൂലെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചൊരു സ്വപ്നം. എന്നാലും അത് റിയാലിറ്റിയാക്കി മാറ്റിയത് ഉമ്മാപ്പാണ്. 2 പുസ്തകം പബ്ലിഷ് ചെയ്യാനും എല്ലാ സപ്പോർട്ടും എനിക്ക് ഉമ്മാപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2010-11 അധ്യയന വർഷത്തിൽ ഞാൻ കരുവമ്പൂൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടുത്തെ PTA പ്രസിഡൻ്റായിരുന്നു അബൂബക്കർ സാഹിബ്. ആ വർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഞാൻ ഓർക്കുക. സ്കൂളിലുള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള ക്യാബിന് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയിരുന്നു. അപ്പം കുറേ ദിവസം കഴിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് പോയത്, എവിടെയാണ് പോയതെന്ന് അറിയുന്നില്ല. അവസാനം അന്വേഷിച്ച് ആ കുട്ടി ആളെ കണ്ടുപിടിച്ചു. ആ പ്രദേശത്തെ ഒരു ഗുരുതരമായ തെറ്റാണ് ആ കുട്ടി ചെയ്തത്. ആ കുട്ടിയെ തൽക്കാലം അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിച്ചു. പക്ഷേ സ്കൂളിലെ ആ കുട്ടിയെ പരീക്ഷ എഴുതിക്കാനും ആ കുട്ടിക്ക് വീട്ടിൽ പോയി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അധ്യാപകരടക്കം സൗകര്യപ്പെടുത്തി ഉപയോഗപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചുള്ള പ്രത്യേകത. 2007 മുതൽ 2010 വരെ കരുവമ്പയിൽ ഹൈസ്കൂളിൻ്റെ ഹെഡ് മിസ്സസ് ആയിരുന്നു. അക്കാലത്തെ PTA പ്രസിഡൻ്റായിരുന്നു അബൂബക്കർ മാഷ്. അദ്ദേഹം വളരെയധികം PTAക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ചു വളർന്ന നാടിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സർവോപരി ഒരു മനുഷ്യസ്നേഹിയാണ്. 80കൾക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. മുസ്ലിങ്ങളായിരുന്നു ഇരകൾ. അതിൽ 2 പേർ മതപണ്ഡിതന്മാരായിരുന്നു. ഒരുതരം മനഃശാസ്ത്ര യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു അവ എന്ന് കാണാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര മേഖലകളിൽ വർഗ സമരത്തിന് പകരം വർഗീയതയായിരുന്നു CPMൻ്റെ പാർട്ടി സംഘാടന ഉപാധി. യൂത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ 1977 ഇത് സ്ഥാപിതമാകുന്നത്. അന്നത്തെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റ് ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹപ്രകാരം ആണ് ഒരു യുവജനങ്ങൾക്കൊരു കേന്ദ്രം വേണമെന്നുള്ള നിലക്കാണ് തുടങ്ങുന്നത്. ഇതൊരു കേന്ദ്രം എന്നുള്ള നിലയിൽ മുസ്ലിങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം എന്നുള്ള ഒരു സങ്കല്പത്തിലല്ല വളർന്നു വന്നിട്ടുള്ളതും. ഇവിടെ എല്ലാ വിഭാഗം ആളുകൾ, അതായത് പൊരുതുന്ന ആളുകൾ, അതുപോലെ ആക്ടിവിസ്റ്റുകൾ, മുസ്ലിങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതുകളിലെ കലാകാരന്മാർ, അങ്ങനെ പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകന്മാർ, ഇവരുടെയൊക്കെ തന്നെ ഒരു താവളം അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ഇസ്ലാമിക് യൂത്ത് സെൻ്റർ പ്രവർത്തിച്ചിരുന്നത്. NDF എന്ന ഒരു പ്രസ്ഥാനം, ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഇസ്ലാമിക് യൂത്ത് സെൻ്ററിന് പങ്കില്ലെങ്കിൽ ഇസ്ലാമിക് യൂത്ത് സെൻ്റർ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ നല്ലൊരു സംഗതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഒരു 1987, 88 അവസാനം 88 കാലഘട്ടത്തിൽ ഇവിടെ വടകര നാദാപുരം മേഖലയിൽ CPM ലീഗ് സംഘടനകൾ ഇടയ്ക്കിടയ്ക്കായിട്ടുണ്ടാകാറുണ്ട്. അത്തമ്പോക്കർക്ക, കുന്നോത്ത മൂസക്ക ഒക്കെ ആയിട്ട് ബദു അഹമ്മദ് എന്നറിയപ്പെടുന്ന, പിന്നെ കടമേരിയുള്ള ഒരാൾ, ഇവരൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട് ആദ്യം മുതലേ കൂട്ടുകാരായിരുന്നു. ഗൾഫിലുള്ള അസ്വസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് ഇവരുമായിട്ട് MCC എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നമ്മൾ കൂടെ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ അതിനടുക്കാണ് 88 ആ സമയത്ത് നാദാപുരത്ത് MLA കണാറിനെ ലീഗിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് അയാൾ അതിക്രമിച്ച് കയറി കണാറിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് CPM-മാർ വളരെ വ്യാപകമായിട്ട് വാഹന പ്രചരണം നടത്തി. അപ്പോൾ അതുണ്ടായപ്പോൾ എൻ്റെ വീടിന് നേരെ പോലും അക്രമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശരിക്കും പഠിക്കുന്ന കാലത്ത് മുതൽ SFI, പിന്നെ CPM, മനസ്സിൽ CPM കൊണ്ടുവരുന്ന ഒരാൾ, ഇടതുപക്ഷത്തിനോട് താല്പര്യമുള്ള ഒരാളായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ വീടിനൊക്കെ നേരെ ഒരു വിഷയത്തിലില്ലാതെ തന്നെ വീട്ടിൽ നേരെ അക്രമം ഉണ്ടാവുകയും വീട്ടിൽ ഒന്ന് വാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്തായതുകൊണ്ട് പിന്നെ അതിനെ ഞങ്ങളാ കഴിയുന്നതിലും പ്രതിരോധിച്ച് അവർ ഓടിപ്പോവുകയൊക്കെ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടായി. അങ്ങനെ കോഴിക്കോടായിരുന്നു അന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ, വീട് മാറി നിൽക്കുക തന്നെ കോഴിക്കോട് പോകുമെടുത്ത് താമസിക്കുക എന്നുള്ളൊരു ലൈന്. അവിടെ വെച്ചിട്ടാണ് കുറ്റ്യാടി അമീദ് മാഷ് ത്രൂ ആയിട്ട് അബു സാഹിബിനെയും കോയ സാഹിബിനെയും കോഴിക്കോട് വെച്ച് റോഡിൽ വെച്ച് അവിടുന്ന് പരിചയപ്പെടുകയും, അപ്പോഴാണ് വീണ്ടും പിന്നെ പഴയ ഈ പറഞ്ഞ ടീമുകളുടെ ശ്രദ്ധയിലെ വിഷയം വരികയും പിന്നെ അതിനെ ഇസ്ലാമിലേക്ക് അയാൾ സ്വയഷ്ടപ്രകാരം വന്നതാണ്. അത് കോടതിയും കൂടെ അംഗീകരിച്ചിട്ട് ഇസ്ലാമിലേക്ക് തുടർന്നു പോകാൻ അനുവാദം കൊടുക്കുകയാണെങ്കിൽ അയാൾ ആക്രമിക്കപ്പെടാൻ പാടില്ല, അയാൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആലോചന ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അതിൻ്റെ നിയമപരമായിട്ടുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അബു സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയി. MCC എന്നുള്ളത് ഒരു ക്രൂഡ് ആണ്. അതിന് ഒരു പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയില്ലേ, അതുപോലെ ഒരു പ്രാകൃത NDF എന്നൊക്കെ പറയാൻ പറ്റിയ സംഗതിയാണ്. അതിനൊരു അച്ചടക്കം ഉണ്ടായിരുന്നില്ല, അതിനൊരു നിയതമായ ലൈൻ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കുറേ എന്താണ് പിന്നെ കളരി ഉസ്താദന്മാരെയും കളരീൻ്റെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുന്നതിൽ പിന്നെ അന്നുണ്ടായിരുന്ന അതിൻ്റെ ഭാരവാഹികൾ വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ് താനും. ബാബരി മസ്ജിദിനെതിരെയുള്ള ദുഷ്പ്രചാരണം ശക്തമായി. ഗ്രാമങ്ങളും പട്ടണങ്ങളും ഭയാനകമാം വിധം ധ്രുവീകരണത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു. VHPയും BJPയും വോട്ട് നേടാനുള്ള തന്ത്രമായി ഹിന്ദുത്വ വർഗീയത ഉപയോഗിച്ചു. ഉത്തരേന്ത്യൻ ഗോസായിമാർ കേരളീയ സമൂഹത്തിന് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നത് തടയേണ്ടത് ചരിത്ര ദൗത്യമായി കരുതിയ ഒരു സംഘം രഥചക്രങ്ങൾക്കിടയിൽ പിടഞ്ഞു മരിക്കുന്നതല്ല ജീവിതം എന്ന് കരുതി മുന്നോട്ട് വന്നത് ഇക്കാലത്ത് തന്നെയാണ്. ചരിത്രപരമായി മറ്റ് ചില നിമിത്തങ്ങളുമുണ്ടായിരുന്നു. ഭരണഘടനയുപയോഗിച്ച് തന്നെ ജനാധിപത്യത്തെ തകർക്കുമെന്ന് 1975 ജൂൺ 26 കോൺഗ്രസ് ഭരണകൂടം രാജ്യത്തെ ഓർമ്മപ്പെടുത്തി. ആ ഇരുണ്ട കാലത്ത് പ്രതിരോധത്തിൻ്റെ ചില നാമ്പുകൾ മുസ്ലിം യുവതയിലുമുണ്ടായിരുന്നു. കേരളത്തിലും അതിൻ്റെ അലയൊലികളുണ്ടായി. 80കളുടെ അവസാനമായതോടെ കേരളത്തിൽ പ്രതിരോധ ചിന്തകൾക്ക് കൃത്യമായ രൂപവും ഭാവവും കൈവന്നു. ഇസ്ലാമിലേക്കുള്ള പരിവർത്തനമായിരുന്നു സംഘപരിവാറിനെ വല്ലാതെ കുഴക്കിയിരുന്നത്. ബൗദ്ധികമായി അത് തടയുന്നതിന് ശേഷിയില്ലാത്തതിനാൽ അവർ കൊലപാതകം ഒരു പരിഹാരമായി കണ്ടു. ഏതോ കാരണത്താൽ കൊല സാധിക്കാതെ വന്നപ്പോൾ അവർ ഇസ്ലാം ആശ്ലേഷിക്കാൻ താൽപ്പര്യം കാണിച്ചവരെ മറ്റു നിലക്ക് പീഡിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സത്യനാഥൻ എന്ന വിദ്യാർത്ഥിയെ മനോരോഗിയാക്കി അടച്ചിടാൻ നടത്തിയ ശ്രമം അതിൻ്റെ ഭാഗമായിരുന്നു. ആത്യന്തികമായി മനുഷ്യൻ അവൻ ആത്മാവാണ്, അവൻ റൂഹാണ്. നൈനം ഛന്ദതി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. മനുഷ്യനെ അവൻ്റെ അസ്തിത്വം അവൻ റൂഹാണ്, ആത്മാവാണ്. ഒരു അസ്ത്രം കൊണ്ട് മുറിക്കാനോ തീ കൊണ്ട് കരിക്കാനോ വെള്ളം കൊണ്ട് നശിപ്പിക്കാനോ കഴിയുന്നതല്ല. നശിപ്പിച്ചാൽ നശിക്കാത്ത ആത്മാവാണ്, റൂഹാണ് തൻ്റെ അസ്തിത്വം എന്ന് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥങ്ങൾ
ഉൾക്കൊണ്ട അതിൻ്റെ ആളുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളാണ് ഫാഷിസത്തിൻ്റെ രൂപത്തിൽ എൻ്റെ പിന്നാലെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഉപദ്രവിക്കാനും തടവിലിടാനും ദ്രോഹിക്കാനും വധശ്രമത്തിനും വരെ പിന്നാലെ വന്നത്. എല്ലാ തരത്തിലുള്ള ഫിസിക്കൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലായാലും ശരി, കേസിൻ്റെ നടത്തിപ്പിൻ്റെ വിഷയത്തിലായാലും ശരി, മറ്റ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എല്ലാവരും ചെയ്തു. വ്യക്തികളെയും സംഘടനകളെയും ഏകോപിപ്പിക്കുന്ന അവരെ കൂട്ടി ഒന്നിച്ച് കൊണ്ടു നടക്കുന്ന വിഷയത്തിൽ അബൂ സാഹിബിൻ്റെ പങ്ക് നിസ്തുലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും ഓഫീസിലും വെച്ച് എല്ലാവരും ഒന്നിച്ചുകൂടി മുഷാവറകളിൽ സംബന്ധിക്കുകയും തീരുമാനങ്ങളെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളത് അത് ഉമ്മത്തിനെ യോജിപ്പിക്കാനുള്ള ഒരു വലിയൊരു ഘടകമായി തീർന്നിരുന്നു. നമ്മൾ ബാബരി മസ്ജിദ് സംരക്ഷണ സമിതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ചില ഒരു കലക്ഷന് വേണ്ടിയിട്ട് നാദാപുരം ഏരിയയിൽ പോയ സമയത്താണ് തലശ്ശേരിയിലുള്ള ജവാദ് എന്ന് പറയും, ആ കുട്ടി എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ സത്യനാഥൻ എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം ആയിട്ടുണ്ട്, ഡോക്ടർ മുസ്ലിം ആയിട്ടുണ്ട്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ RSSകാർ വന്നിട്ട് കോടതി മുറികൾക്കും ജനൽ ചില്ലുകളൊക്കെ അടിച്ച് തകർത്തു. ഇവനെ കൊല്ലും എന്നാണ് പറയുന്നത്, ഉടനെ തന്നെ അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ അവിടെത്തി. അതിൽ എൻ്റെ ഗുരുനാഥൻ KP മുഹമ്മദ് മൗലവി പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. വളരെ എനിക്കൊരു ആവേശവും ഒരു ഊർജ്ജവും തന്നിട്ടുള്ള സംഗതിയാണത്. അപ്പോൾ ഞാൻ സത്യനാഥൻ സംഗതികളൊക്കെ വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. അപ്പോൾ പറഞ്ഞു ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്, അതിന് എന്നെപ്പോലുള്ള ആൾക്കാരാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റാണ് അന്ന് കിട്ടിയത്. അതായത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കാർ ഉപയോഗിക്കുന്നു, മുജാഹിദുകൾ അവിടെ പിന്നെ താമസിക്കാനുള്ള സ്ഥലം ഒരുക്കുന്നു. അങ്ങനെ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ എല്ലാവരും കൂട്ടായിട്ട് ആലോചിച്ച് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. 90 ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കേരളം അറിയുന്നത് തന്നെ ഞങ്ങളുടെ ആ പ്രചരണ ജാഥയിലൂടെയാണ്. അതിൻ്റെ പ്രാധാന്യം ഈ ജാഥനെ സഹായിക്കാൻ വേണ്ടി കോഴിക്കോട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ആ കമ്മിറ്റിയിൽ അബു സാഹിബ്, കോയ സാഹിബ് മുതലുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. എതിരാളികളെ വേദന കൂടാതെ എങ്ങനെ സംഹരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗപാഠം അത് എത്രമാത്രം പിന്നെ കാര്യമാത്ര പ്രസക്തമാണ്, അത് എത്രമാത്രം മനോഹരമാണ് എന്നൊക്കെ കണ്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏതാണ്ട് 80കളുടെ അവസാനത്തിലാണ് എനിക്ക് തോന്നുന്നത് മാവൂരിൽ പിന്നെ ഗ്രാസിം സമരം നടക്കുന്നത്. ഞാൻ ഈ ചാലിയാറിൻ്റെ തീരത്തുള്ളത് കൊണ്ടും മാവൂരിലെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ആ സമയത്തൊക്കെ ഈ സമരത്തിൻ്റെ ഒരു പിന്നെ പിന്നിൽ ഒരുമിച്ച് നിൽക്കുന്നതിലൊക്കെ തന്നെ അബു സാഹിബ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1998 ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ NDFൻ്റെ സുപ്രീം കൗൺസിൽ മെമ്പറായിട്ട് വരുന്നത്. അതിനുശേഷം എൻ്റെ തൊഴിൽപരമായ മേഖലയിലൊക്കെ എനിക്ക് ഭയങ്കര പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്നു. ആ പത്രസ്ഥാപനത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാനന്ന് ജോലി രാജിവെച്ചിട്ട് പിന്നെ പോരാൻ വേണ്ടി തീരുമാനിച്ചതാണ്. സമയത്ത് ഞാൻ ഈ തീരുമാനം അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, ഞാൻ ഇനി ജോലിയിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അബു സാഹിബ് എന്നോട് പറഞ്ഞു, പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് കൂടി ആലോചിച്ച ശേഷം എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് പോകണം, ജോലി രാജിവെക്കാൻ പാടില്ല, അവിടെ ചെന്ന് സംഘടനാ പ്രവർത്തനം നടത്തണം, അവിടെ ഇപ്പോൾ ഒരാളെ പോരായ്മയുണ്ട് എന്നാണ് അബു സാഹിബ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് ആയിരുന്നു അത്. യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് ആയിരുന്നത്. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനത്തിൽ പിന്നെ ഒരുപാട് കുറവുള്ള ഒരു പ്രദേശത്ത് സംഘടന ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ റോള് വഹിക്കാൻ എനിക്ക് സാധിച്ചു. ഒരു വിഷയം അബു സാഹിബിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ട് തീരുമാനങ്ങൾ പറയുന്ന ഒരു വൈകാരിക തീരുമാനങ്ങൾ ഒരിക്കലും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് പ്രായോഗികമായി പലപ്പോഴും അബു സാഹിബ്
പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തേജസിൻ്റെ പത്രത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ പ്രധാന സംഘാടകരായിട്ട് ഞാനും അബുസാഹിബും ഒക്കെ ഒരുമിച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും ആദ്യം അബുസാഹിബ് അതിൻ്റെ മാനേജിങ് എഡിറ്റർ തന്നെയായിരുന്നു. ചെയർമാനോടൊപ്പം മാനേജിങ് എഡിറ്റർ എന്ന പദവി കൂടി തുടങ്ങി. ഒരിക്കൽ സംഘടനയുടെ ഒരു താല്പര്യത്തിനും നിലപാടിനും വിരുദ്ധമായി ഒരു വ്യക്തിയെ പരാമർശിക്കുന്ന വിധത്തിൽ വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ തേജസ് മാസികയിൽ ഒരിക്കലൊരു ആർട്ടിക്കിൾ പ്രിൻ്റ് ചെയ്ത് വന്നു. പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷന് പോകുന്നതിന് മുമ്പ് കവർ പ്രിൻ്റ്, ആദ്യം കവറാണ് പ്രിൻ്റ് ചെയ്യുക. ആ കവർ പ്രിൻ്റ് ചെയ്ത് വന്ന സമയത്ത് അതിൽ വരാൻ പോകുന്ന ഉള്ളടക്കം കണ്ടപ്പം ആ പ്രിൻ്റ് ചെയ്ത മുഴുവൻ സാധനം കത്തിച്ച് കളയാൻ അബുസാഹിബ് എന്ന് പറയാണ്. ഈ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ടെറർ സിറ്റുവേഷൻ ആയിരുന്നു. ഭീതി അല്ലെങ്കിൽ ഭയം എല്ലാ സ്ഥലത്തും അലയടിച്ചിരുന്നു. അബ്ദുൽ നാസർ മദനിയുടെ പേരുച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു സംഘടന ആ സന്ദർഭത്തിൽ പറഞ്ഞില്ല. വാസുവേട്ടനുണ്ട്, മൂന്തൻ സി മേനോൻ, ഇ അബൂബക്കർ സാഹിബ്, അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് ഞാനുണ്ട്, അതുപോലെ അക്ബർ അലി ഉണ്ട്. അന്ന് അദ്ദേഹം PDPയുടെ ഭാരവാഹിത്വമുള്ള ആളാണ്, പാലക്കാട് സ്വദേശിയായിട്ടുള്ള. ഇങ്ങനെ തുടങ്ങി ഒരു 5-8 പേര് കൂടിയിട്ട് എവിടെ വെച്ച് യോഗം കൂടുന്നു വരെ നമ്മൾ പ്രയാസപ്പെട്ടു. നസറുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു. വിദേശചാരന്മാർ ഇന്ത്യയിൽ വന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ചെയർമാൻ ലീഡർഷിപ്പ് ഇ അബൂബക്കർ സാഹിബിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തി, അദ്ദേഹവുമായിട്ട് പല ഇടപാടുകളും നടത്തി എന്നുള്ള വാർത്ത ജന്മഭൂമിയിൽ വന്നു. കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, നഷ്ടപരിഹാരത്തിനുള്ള കേസ് ഫയൽ ചെയ്തു. അതിൽ ഡിഫെൻഡ് ചെയ്തുന്നത് അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയായിരുന്നു. പത്രത്തിൽ പരസ്യം കൊടുത്തു, അത് ശരിയായ വാർത്തയല്ല, തെറ്റ് തിരുത്തി ക്ഷമാപണം പറഞ്ഞു, അവർ അപ്പോളജി പറഞ്ഞു, അവരെ കൊണ്ട് പറയിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു 1 രൂപയെങ്കിലും കോമ്പൻസേഷൻ തരണം എന്ന് പറഞ്ഞു. അതും തന്നു, അവർ കോമ്പൻസേഷൻ തന്നു. അങ്ങനെ അത് സെറ്റിലാക്കി. അങ്ങനെയാണ് 1990 മാർച്ച് 3-ാം തീയതി വടകരയിൽ ബാബരി മസ്ജിദിനെക്കുറിച്ചുള്ള വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSSൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ ശക്തമായി ആയുധധാരികളായി വന്ന് ഏതാണ്ട് ഒരു വൈകുന്നേരം 7 മണിക്ക്, അത് നാഷണൽ ഹൈവേ ആണ്, പാലോളി പാലം, എന്നെ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുകയും വധശ്രമം നടക്കുകയും വളരെ മാരകമായി ആക്രമിക്കപ്പെട്ട് തലയ്ക്ക് പരിക്കേറ്റ് പുറത്ത് കത്തി കൊണ്ട് കുത്തേറ്റ് വളരെ ഭീകരമായി ആക്രമിക്കപ്പെട്ട് ഏതാണ്ട് മരണാസന്നമായൊരവസ്ഥയിലേക്ക് എത്തുന്നു. ആശുപത്രിയിലെ നീണ്ട 2 ആഴ്ചക്കാലത്തെ ചികിത്സാ സമയത്തൊക്കെയും മലബാർ മേഖലയിൽ ഷാഫി ദുവക്കാൻ്റെ ആൾക്കാരെ അറേഞ്ച് ചെയ്തും അല്ലാതെയുള്ള ഒരു ഡിഫൻസ് നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകരെ സ്വാഭാവികമായി പ്രൊട്ടക്ഷൻ അയച്ചു തന്നും വലിയ സംഭാവന അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പാലോളിപ്പാലം എന്ന് പറയുന്നു, കൃത്യമായി 1 വർഷം മുമ്പ് ഞാൻ ആക്രമിക്കപ്പെട്ട ആ പാലോളിപ്പാലം ജംഗ്ഷനിൽ ഞങ്ങളുടെ യാത്ര കടന്നു വരികയും 1991 ഏപ്രിൽ മാസം നടന്ന ആ പ്രതിഷേധ പരിപാടിയിൽ വലിയ ഒരു പ്രതിരോധം, ശക്തമായൊരു പ്രതിഷേധം വടകര തന്നെ, ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആണത് മുന്നോട്ട് പോയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ വരുമ്പോൾ ഇത്ര വലിയൊരു ജനാവലിയെ അഭിസംബോധന ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത കാലത്തായി പല ആളുകളും ഐക്യമുന്നണി ഉണ്ടാക്കി അവർ NDFനെ ഊതിക്കെടുത്തിയെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ NDF പാറിപ്പോയിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നന്ദിഗ്രാമിൽ ഇത്രയും കാലം CPMന് വേണ്ടി ചുവന്ന കൊടി പിടിച്ച് മുദ്രാവാക്യം മുഴക്കി നടന്നിരുന്ന ജനതയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുവാൻ, ടാറ്റയ്ക്ക് വേണ്ടി നിറയൊഴിക്കുവാൻ CPM എന്ന കക്ഷിക്ക്, അവരുടെ പ്രവർത്തകന്മാർക്ക്, അവർ നിയന്ത്രിക്കുന്ന പോലീസിന് മടിയുണ്ടായില്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേട്ടിട്ടുള്ളത് ദാസ് ക്യാപിറ്റലിനെ പറ്റി ഇവർ പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മുമ്പ് കാലങ്ങളിലൊക്കെ. ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം എന്ന പുസ്തകം കാർൽ മാർക്സ് എഴുതിയിട്ടുള്ളതാണ്. മാർക്സിസത്തെ സംബന്ധിച്ച്, ജനതയെ സംബന്ധിച്ച്, ചരിത്രത്തെ സംബന്ധിച്ച്, എങ്ങനെ ഈ വർഗ വിഭജനത്തെ സംബന്ധിച്ച്
ഒക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള വലിയൊരു ബൃഹത് ഗ്രന്ഥമാണ് മൂലധനം എന്നുള്ളത്. എന്ന് വെച്ചാൽ ദാസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ ദാസ് ക്യാപിറ്റലിൻ്റെ ആളുകൾ ക്യാപിറ്റലിൻ്റെ ദാസന്മാരായി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള വസ്തുത നമ്മൾ കാണുകയാണ് നന്ദിഗ്രാമിലും വെസ്റ്റ് ബംഗാളിലും. അബു സാഹിബ് ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ വളരെ ധീരമായ ഒരു നിലപാടാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകത എന്ന കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ വ്യത്യസ്ത മദ്ഹബുകൾ, വ്യത്യസ്ത ധാരകൾ, ചിന്താധാരകൾ, വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ ഇതിലൊക്കെയായി തങ്ങളുടെ ശരിയായ അജണ്ടയിൽ നിന്ന് മാറി വിഭിന്നമായ ചേരികൾ പരസ്പരം തല്ലുകൂടിയിരുന്ന ഒരു ഇടത്തു നിന്ന് ഏകത സാധ്യമാകും എന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നതിൽ ഈ പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുത്ത മുന്നിൽ നിൽക്കുന്ന അബു സാഹിബ് ഏറെ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. സത്യത്തിൽ 89 തന്നെയാണ് ഇതിൻ്റെ ആദ്യകാല രൂപമുണ്ടാകുന്നതെങ്കിലും 93 കോഴിക്കോട് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചിന്തിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യപ്പെട്ട ആളുകൾ ഒത്തുകൂടി പൗരത്വ നിഷേധത്തിനെതിരെ നടത്തിയ പൗരറാലിയിലാണ് NDF എന്ന പദം വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങുന്നത്. 89 ഇദ്ദേഹം തുടങ്ങി ഏതാണ്ട് 90 മുതൽ തെക്കൻ കേരളത്തിൽ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. ഡിസംബർ 6 ശേഖരിച്ച ഫണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ബാബരി മസ്ജിദ് കമ്മിറ്റി കൺവീനർ SQR ഇല്യാസ് സാഹിബിന് ഏൽപ്പിക്കുന്നതിനും കേരളത്തിലെ ബാബരി ക്യാമ്പയിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനും വേണ്ടി ക്യാമ്പയിൻ കമ്മിറ്റി ജോയിന്റ് കൺവീനറും നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെ ചെയർമാനുമായ ഈ അബൂബക്കർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡിസംബർ 6 ബാബരി മസ്ജിദ് രക്തസാക്ഷ്യം വരിച്ചതിന് ശേഷം കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒറ്റയ്ക്ക് അവരുടേതായ നിലയിൽ ബാബരി മസ്ജിദിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഡിസംബർ 6 വെള്ളിയാഴ്ച കേരളത്തിലുടനീളം ഉള്ള പള്ളികളിൽ വെച്ച് 15 മിനിറ്റ് കൊണ്ട് 11.5 ലക്ഷം ഉറുപ്പിക നമ്മൾ പിരിച്ചെടുത്തു. 15 മിനിറ്റ് കൊണ്ട് 11.5 ലക്ഷം ഉറുപ്പിക നമ്മൾ പിരിച്ചെടുത്തു. ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് പണപ്പിരിവ് നടത്തുമ്പോൾ എനിക്ക് അനുസ്മരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് വേണ്ടി ആദ്യമായി 5 പേർ ജയിലിൽ കിടക്കുകയാണ് ഇന്ന് കേരളത്തിൽ. വടകരയിലെ കുനിങ്ങാട് എന്ന സ്ഥലത്ത് അനധികൃതമായ പണപ്പിരിവ് നടത്തിയതിന്റെ പേരിൽ നിസാർ, നൌഷാദ്, മുബാറക്, അബ്ദുള്ള, കാസിം എന്നീ 5 ആക്ടിവിസ്റ്റുകളായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർ ഇന്ന് നമ്മുടെ സഹോദരന്മാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ബാബരി മസ്ജിദിന് വേണ്ടി, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് വേണ്ടി. മുസ്ലിങ്ങളുടെ ഭൂതകാലം അങ്ങേയറ്റം കണ്ണീരും രക്തവും കൂടിക്കലർന്നിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവി വളരെ അനിശ്ചിതത്വത്തിലാണെന്ന് പറയപ്പെടുന്നു. കൂടുതൽ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ വർത്തമാനം എവിടെയാണെന്ന് തികഞ്ഞു നോക്കിയിട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഏറ്റവും നല്ലതായ ഒരു വർത്തമാനവും ഭാവിയും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേരെയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു ചെറുനാമെങ്കിലും ആവാൻ സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ 5 സഹോദരന്മാർ മാത്രമല്ല, ഞങ്ങൾ മുഴുവൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അപ്പോഴേ പ്രാദേശികമായിട്ട് വന്നിരിക്കുന്ന കൂട്ടായ്മകളുടെ ഒരു സംയോജിത രൂപം എന്ന നിലക്ക് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് കേരളത്തിൽ നിലവിൽ വരുന്നു. അതിൻ്റെ ഔദ്യോഗികമായി നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ടിന് പ്രഖ്യാപനം വരുന്നത് 1993 ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം. പക്ഷെ അതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലും ലോ പ്രൊഫൈലായിട്ട്, ലോക്കിയായിട്ട്
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിരുന്നു. ഈ ഒരു സന്ദേശത്തിന് നമ്മൾ വിചാരിച്ചതിൽ കവിഞ്ഞ സ്വീകാര്യതയാണ് ഉണ്ടായത്. അതായത് സംഘടനാതീതമായി മുസ്ലിം സമൂഹത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിന് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുക എന്നുള്ള ഒരു സന്ദേശത്തിന് വലിയ സ്വീകാര്യതയാണ് അന്ന് കിട്ടിയിരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ സംഘടിപ്പിച്ച ബാബരി മസ്ജിദ് സംരക്ഷണ സമിതി സംഘടിപ്പിച്ച എയർപോർട്ട് മാർച്ച്. അതിൽ സംഘടനാതീതമായ ആളുകൾ പങ്കെടുത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്ര ഒരു ശക്തമായൊരു എയർപോർട്ട് മാർച്ച് അതിന് മുമ്പ് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കേരളത്തിൽ NDF വന്നു. പിന്നെ അതിനോടൊപ്പം സമാന്തരമായി ഒന്നുകിൽ NDF നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ NDF പോലെയുള്ള പ്രവർത്തനങ്ങളുടെ സാധ്യത പ്രസക്തിയൊക്കെ മനസ്സിലാക്കിയിട്ട് തമിഴ്നാട്ടിൽ വനിതാ നീതി പാസറൈ വന്നു. മനുഷ്യാവകാശ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംഘടന. കർണാടകത്തിൽ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി KFD വന്നു. ഗോവയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ പ്രാദേശികമായ പേരുകളുള്ള ചെറിയ സംരംഭങ്ങളുണ്ടായി. ഈ സംരംഭങ്ങളൊക്കെ വന്നപ്പോൾ ഇവയുടെ പ്രവർത്തനത്തിൽ, ഇവയുടെ പ്രത്യയശാസ്ത്രപരമായ സമീപനത്തിൽ ഒരു ഏകോപനം വേണം എന്ന് ഒരു ചിന്ത NDFൻ്റെ നേതൃനിരയിലുണ്ടായി. അങ്ങനെയാണ് NDFൻ്റെ സുപ്രീം കൗൺസിൽ, അന്ന് NDFൻ്റെ സുപ്രീം കൗൺസിലാണുള്ളത്. ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉള്ളതുപോലെ ഭരണഘടനാപരമായ അത്തരം അധികാരങ്ങളൊക്കെ ഉള്ള സുപ്രീം കൗൺസിൽ ഈ ദക്ഷിണേന്ത്യയിലെ സംഘടനകളെ മുഴുവൻ ഇത്തരത്തിലുള്ള സദൃശമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ മുഴുവൻ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരിൽ ഒരു സൗത്ത് ഇന്ത്യ കൗൺസിലിൻ്റെ യോഗം 2 ദിവസത്തേക്കായി വിളിച്ചു കൂട്ടിയത്. അത് യഥാർത്ഥത്തിൽ ഈ ആശയത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടമായിരുന്നു എന്ന് പറയാം. അത് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ബാക്കിയുള്ളതിനൊക്കെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ സൗത്ത് ഇന്ത്യ കൗൺസിൽ ആദ്യത്തിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പറയാം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ ചെയർമാൻ അബൂബക്കറായിരുന്നു. EM അബ്ദുറഹിമാൻ ജനറൽ സെക്രട്ടറി. അബൂബക്കർ എന്ന അമരക്കാരൻ്റെ നേതൃത്വത്തിൽ പ്രസ്ഥാനം അതിവേഗം വിന്ധ്യ പർവ്വതം താണ്ടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെത്തി. പിന്നെ സമതലങ്ങളിലൂടെയുള്ള യാത്ര. രാജസ്ഥാൻ തൊട്ട് ഗംഗ കടന്ന് ബീഹാറിലേക്കും ബംഗാളിലേക്കും മലകൾ താണ്ടി മണിപ്പൂരിലേക്കും ആസാമിലേക്കും ഒട്ടും വൈകാതെ. ബാബരി മസ്ജിദിന്റെ തകർച്ച മറക്കുവാൻ നാം ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല. ഇന്ന് ജനിച്ച ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് പോലും നാം ഈ ഓർമ്മ പകർന്നു നൽകും. തലമുറ കൈമാറി നാം ഇത് സൂക്ഷിച്ചു വെക്കും. എന്നാണോ ഇന്ത്യൻ ജനതയ്ക്ക് ഒരവസരം ലഭിക്കുന്നത്, ആ സന്ദർഭത്തിൽ തീർച്ചയായും അവിടെ അയോധ്യയിൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിച്ചിരിക്കും. പിന്നീട് കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ 2000 ആണ്ടോടുകൂടി നമ്മൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ആ യാത്രയിൽ അബു സാഹിബിനോടൊപ്പം മിക്കവാറും ഉണ്ടായിട്ടുള്ള ഒരാൾ എന്ന രീതിയിലാണ് ഞങ്ങൾ തമ്മിലുള്ള കൂടുതൽ ബന്ധങ്ങളല്ല, ഷെയറിംഗ് എന്ന് പറയാം. ഈ കേരളത്തിൽ നിന്ന് വന്നൊരു പ്രസ്ഥാനമാണല്ലോ NDF, അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായ പോപ്പുലർ ഫ്രണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മുസ്ലിം പ്രസ്ഥാന ചരിത്രത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് പ്രസ്ഥാനങ്ങൾ വന്നതല്ല, തെക്ക് നിന്ന് വടക്കോട്ട് ഒരു പ്രസ്ഥാനവും പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ രസകരമായ ചില അനുഭവങ്ങളുണ്ട്. ഒന്ന്, സാമാന്യ ജനങ്ങളുടെ പ്രതികരണം ഒരു വശത്ത്. സാമാന്യ ജനങ്ങളുടെ പ്രതികരണം അതിന്ന് പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചിരിക്കുന്ന
സ്വീകാര്യതയുടെ രൂപത്തിൽ നമ്മൾ കാണുകയാണ്. ഏതാണ്ട് 20ഓളം സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും പുതിയ പുതിയ മേഖലകളിലേക്ക് അനുദിനം നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പുതിയ പ്രവർത്തകന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ പ്രദേശത്തും നമ്മൾ എത്തുമ്പോൾ സാമാന്യ ജനങ്ങൾ കൂടുതൽ ഭയചകിതരും, കൂടുതൽ അസ്വസ്ഥരും, കൂടുതൽ ഇൻസെക്യൂരിറ്റി അഥവാ അരക്ഷിതത്വം അനുഭവിക്കുന്നവരുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ എങ്ങും താഴെത്തട്ടിലേക്ക് മുസ്ലിം സമുദായത്തിൽ കുറേ സംഘടനകളൊക്കെയുണ്ട്. ആ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായ ഫലവുമുണ്ട്. നമ്മളൊന്നിനെയും തള്ളിപ്പറയുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ താഴെത്തട്ടിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു മഹല്ല് സംവിധാനം കേരളത്തിലുണ്ടല്ലോ. പക്ഷെ ഒരു മൊഹല്ല സങ്കല്പം പോലും ഇന്ത്യയിലെ മറ്റെവിടെയും കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റെവിടെയും മുസ്ലിങ്ങൾക്കില്ല. പിന്നെയാണ് മറ്റ് സംഘടനകൾ. आज इनकी जो लीडरशिप और हिम्मत तहरीक और भी मजबूत होने की तरह बढ़ रहा है. इस उम्र में भी इस मकसद के राह में आने वाले हर रुकावट को सामने करते हुए इंडिया के कोने कोने में सफ़र कर रहे हैं. इनके अहमियत और ज़रूरत हम औरतों को ज़्यादा समझ सकते हैं, क्योंकि दुश्मनों के बनाए हुए इस हालात में सबसे ज़्यादा शिकार होने वाले हम औरत हैं. आज समाजी जिम्मेदारी के बारे में बेमकसद होकर जीने वाले औरतों को एक नया सोच और तड़प लाने में अबू साहब का जो कोशिश है वो छोटी बात नहीं. हमारा हर ज़रूरत को सुनने के लिए, समझने के लिए और सजेशन देने के लिए अबू साहब हर बार हमारे साथ ठहरते थे. उनका स्पीच में हमेशा हमें एक नए सोच और जज्बा मिलता है. इनके बाद जो है वो दिल छूने वाली बात है. उनके सामने रखने वाली हर इश्यूज़ को हो उसे उन्होंने बड़ी आसान से हल करते हैं. ഒരു കാലത്തും ഒരു അരാഷ്ട്രീയ സംഘടനയായിരുന്നില്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അത് വിട്ടുനിന്നു. മാറിവരുന്ന സാഹചര്യത്തിൽ ഹിന്ദുത്വ ഫാഷിസത്തെ ഫലപ്രദമായി നേരിടുന്നതിനും വേറിട്ടൊരു വികസന മാതൃകയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമാണ് 2009 പോപ്പുലർ ഫ്രണ്ട് കോഴിക്കോട്ട് ദേശീയ രാഷ്ട്രീയ സമ്മേളനം സംഘടിപ്പിച്ചത്. ആ ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഥമ അധ്യക്ഷൻ ഇ അബൂബക്കർ തന്നെയായിരുന്നു. ബഹുമുഖമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തന രംഗം. മുസ്ലിങ്ങളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും സാമൂഹികമായ സമുദ്ധാരണം തന്നെയായിരുന്നു അതിൻ്റെ പരമമായ ലക്ഷ്യം. തേജസ് ദിനപത്രം പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ മാനേജിംഗ് എഡിറ്ററായി മുന്നിൽ നിന്ന് അബൂബക്കർ നേതൃത്വം നൽകി. टूटे दिल जोड़े जुल्म की दीवारें तोड़े रोशन दिल की टार्च करें अमन की जानिब मार्च करें. പോപ്പുലർ ഫ്രണ്ട് എന്നൊരു വാർത്തയല്ല, ഇതൊരു അനുഭവമാണ്. ദളിതുകളോടും പിന്നോക്ക വിഭാഗങ്ങളോടും ആദിവാസികളോടും സ്ത്രീകളോടും കുട്ടികളോടും പ്രകൃതിയോടും ഗ്രാമത്തോടുമുള്ള നമ്മുടെ ഐക്യദാർഢ്യം ഇവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പേഴ്സണൽ ലോ ബോർഡിലും ആൾ ഇന്ത്യ മില്ലി കൗൺസിലിലൊക്കെ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഹാഫിസ് റഷീദ് ചൗധരി സാഹിബ് ഒരിക്കൽ 2004 ഇലക്ഷൻ സമയത്ത് അവിടെ വെറുതെ ഇലക്ഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വന്നിട്ട് എന്ത് കാര്യം വന്നതിന്. അപ്പോൾ പറഞ്ഞു, വെറുതെ ഒന്ന് വന്നിട്ട് നമ്മളെ ഇലക്ഷൻ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. ചൗധരി സാഹിബ് വളരെ കടുത്ത ദാരിദ്ര്യമാണല്ലോ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ദാരിദ്ര്യം കാണണോ എങ്കിൽ നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ദാരിദ്ര്യം കാണാൻ വേണ്ടിയിട്ട് പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് പോയി. ശരിക്ക് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലുള്ള ദാരിദ്ര്യം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഒരു സംഗതി പറയാൻ പറ്റുള്ളൂ, 2 ദിവസം എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. ഇവർ 1993-ലെയും 94-ലെയും ബോഡോ കലാപത്തിൽ അടിച്ചിറക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു.
മുസ്ലിങ്ങൾ അവിടെ ബോഡോ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല, പക്ഷേ ബോഡോ ഗോത്രവർഗ്ഗക്കാരല്ലാത്ത എല്ലാവരെയും അവർ അടിച്ചേർക്കും. കൂട്ടത്തിൽ നേരത്തെ നല്ല അത്യാവശ്യം ഒരു ജീവിക്കാനുള്ള വകകളൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു അവർ. ഓടുക മാത്രമല്ല, ഓടി അതിന് പിന്നാലെ വന്ന ഒരു സംഘം ഇവർ പോയ വീടുകൾ മുഴുവൻ തീ കൊടുത്തു, വീടുകൾക്കൊക്കെ തീ കൊടുത്തു. അങ്ങനെ അവർക്കൊന്നുമില്ലാതായി പരമനിസ്വന്മാരായി ഒന്നും ശേഷിക്കാത്തവരായിട്ട് അവർ വന്നു, ആട്ടിയൊടിക്കപ്പെട്ടു വന്നു. അങ്ങനെ ഒരു നദിൻ്റെ കരയിൽ കൂരകൾ കെട്ടി, സർക്കാർ ഭൂമിയായിരിക്കും, ആ കൂരകൾ കെട്ടി താമസിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവർക്ക് റേഷൻ കാർഡില്ല, ID കാർഡില്ല, വേറെ ഒന്നുമില്ല. ഇവരെ ചിലപ്പോൾ പിന്നെ അധികൃതരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയും അവർ ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞെന്ന് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവർക്കുള്ള അവർ ജീവിക്കുന്ന സാഹചര്യം കണ്ടാലേ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അന്ന് അത് ഒരു വല്ലാത്തൊരു മാറ്റമായിരുന്നു. ഞങ്ങൾ അന്ന് സഞ്ചരിച്ചിരുന്നത് ഇതിനു വേണ്ടി ഇലക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിരുന്നില്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യൻ്റെ സംഗതികൾ ഇതാക്കുന്നതിന് വേണ്ടിയും. അന്ന് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രാഥമികമായ സംഗതികൾ മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. 2006 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആ ബൊങ്കൈഗാവ് എന്ന് പറയുന്ന ജില്ലയിൽ ഒരു മോഡൽ വില്ലേജിൻ്റെ സങ്കല്പം നമുക്കുണ്ടായി. അങ്ങനെ ആദ്യം ഒരു 100 വീടുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരാശയം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 1000 വീടുകളായിരുന്നു നമ്മൾ ആദ്യത്തെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. 1000 വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള 1000 വീടിന് 1 ലക്ഷം റുപ്യ മാക്സിമം വീടിന് വരും. അവസാനം നമ്മൾ ഈ വീട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു മെസ്സേജ് ഗവൺമെൻറ്റിന് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓരോ ഫാമിലിക്കും 50,000 റുപ്പീസ് 50,000 റുപ്യ വീതം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മുർഷിദാബാദിലൊക്കെ പോകുമ്പോൾ ഞങ്ങളവിടെ പോയ സമയത്ത് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഒരു പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ മീറ്റിംഗ്, ഓരോരുത്തർ അവരുടെ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അതിലൊരാൾ പറഞ്ഞത്, അയാളുടെ ഒരു ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത് മെ ഗരീബ് ഹൂം, ഞാൻ ദരിദ്രനാണെന്നുള്ളത്. എന്നുവെച്ചാൽ ദാരിദ്ര്യം അവരുടെ ഒരു അടയാളമായി ഒരു മേൽവിലാസമായി മാറുന്ന ഒരു സാഹചര്യം. അത് പ്രമുഖന്മാരായ അവിടുത്തെ നാട്ടിലെ പ്രമുഖന്മാരാണ് വിളിച്ചതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, ആ ഏരിയയിലെ പ്രധാനമായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പരിപാടി ഏറ്റെടുക്കുക എന്നുള്ളതിന് പുറമെ ഫസ്റ്റ് തന്നെ നമ്മൾക്കുള്ള ഐഡിയ ഉണ്ടായിരുന്നത് ഈ ആളുകൾ ഗ്രാമവാസികളിൽ ഒരു വി ക്യാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് കഴിയും, ഐ ക്യാൻ എന്നുള്ള ആ ഒരു ഐ ക്യാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ ഏറ്റെടുത്ത ഗ്രാമങ്ങളിൽ നമ്മൾ കണ്ടെടുത്തുള്ള നമ്മൾ 100% വിജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. അന്നത്തെ അവരുടെ മുഖഭാവവും ഇന്ന് 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം, ഇന്നല്ല 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ പോകുമ്പോൾ അവരുടെ മുഖഭാവവും തമ്മിൽ വളരെ വളരെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന വ്യത്യാസം. ഗവൺമെൻറ് തലത്തിലുള്ള ആളുകളും ഒക്കെ തന്നെ ഇതിനൊരു ഭയങ്കരമായ ഭീകര പ്രസ്ഥാനമായിട്ട് ഇതിനെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് വേറൊരു സംഗതി. അതേപോലെ തന്നെ മുസ്ലിം സംഘടനകൾ തന്നെ ഇതിനെ ഒരു ഒറ്റപ്പെടുത്താനുള്ളൊരു ശ്രമം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ ഇതൊന്നും തന്നെ വിജയിക്കുകയുണ്ടായില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സംഘടനയുടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ നീതിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പം, അതുപോലെ സാമൂഹ്യ നീതി എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകുന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഒരു പരിപാടി നടത്തുക, ഒരു സമ്മേളനം നടത്തുക എന്നുള്ളതായിരുന്നു. അത് അൽഹംദുലില്ലാ നല്ല വിജയമായി. രാംലീല മൈതാനിയിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഒന്ന് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ്. മുസ്ലിം സംഘടനകളിൽപ്പെട്ട ആൾക്കാർ, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാർ, ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകൾ, ആദിവാസികൾ,
പിന്നോക്ക വിഭാഗങ്ങളൊക്കെ തന്നെ ആ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അത് സദസ്സിലുണ്ടായില്ലെങ്കിലും അതിൻ്റെ സ്റ്റേജിൽ അവർ വരികയും അവർ നമ്മളോടൊപ്പം അവരുടെ വീക്ഷണങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ വേറൊന്ന് ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പിന്നെ കരയാൻ പാടില്ല എന്നുള്ളത് പറയാൻ പാടില്ല എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. എന്നുവെച്ചാൽ ദളിതുകളോ മുസ്ലിങ്ങളോ, ദളിതുകളും അതേ ഇനത്തിൽ തന്നെ പെട്ടതാണ്. ദളിതുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദളിതുകൾ അവർക്ക് ഇവിടെ പണിയെടുക്കാനും ഈ സവർണ്ണ വിഭാഗങ്ങൾക്ക് ഇവിടെ ദളിതുകൾ ആവശ്യമാണ്. സാമൂഹ്യ നീതി, അവരോടുള്ള നീതി ചെയ്യാന്നുള്ളത് ഇവരുടെ അജണ്ടയിൽപ്പെട്ടതല്ല. പക്ഷേ അവരിവിടെ ആവശ്യമാണ്. പക്ഷേ മുസ്ലിങ്ങളോട് കുറച്ചും കൂടി ഒരു സാമൂഹികമായ ഒരു അംഗീകാരം ലഭിച്ചു എന്ന് വരും. പക്ഷേ നമ്മൾ മുസ്ലിങ്ങൾ ഇവിടെ വേണമെന്നില്ല എന്നുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ, ഈ ഫാഷിസ്റ്റ് വിഭാഗങ്ങളുടെ താല്പര്യം. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കാലത്തും ഒരു തരത്തിലുള്ള ഒരു ഹിന്ദുത്വ വീക്ഷണം ഇന്ത്യ രാജ്യത്തെ ഭരിച്ചു പോന്നിട്ടുണ്ട്. ഹിന്ദുത്വ വീക്ഷണം എന്നാണ് ഞാൻ പറയുന്നത്. ഹിന്ദുത്വ വീക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഹിന്ദുത്വ വീക്ഷണം അതൊരു സവർണ വീക്ഷണമാണ്. സവർണതയും ബ്രാഹ്മണ്യവും വർഗീയതയും ചേർന്നുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് ഹിന്ദുത്വ വീക്ഷണമെന്നാണ്. അതിനെപ്പറ്റി നമുക്കങ്ങനെ പറയുമ്പോൾ, പക്ഷേ പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ 1947 മുതൽക്ക് ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സാമൂഹ്യ നീതി ലഭ്യമായിട്ടില്ല. സാമൂഹ്യ നീതി ലഭ്യമായിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് മറ്റുള്ള നീതികളും കിട്ടിയിട്ടില്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. 19% മുസ്ലിങ്ങളുണ്ട് അവിടെ, 21-21.5% ദളിതുകളാണുള്ളത്. ദളിതുകൾ അധികാരത്തിൽ വന്നു. അവിടെ ഒരു ദളിത് സ്ത്രീ അധികാരത്തിൽ വന്നു. വലിയ സംഗതിയാണത്. അതിൽ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. അവർക്കതിന് സാധിച്ചു. അത് ഭയങ്കരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് വന്നതുമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ അധികാരത്തിൽ വന്നു. പക്ഷേ 19% ഉള്ള മുസ്ലിങ്ങൾ അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും ഇല്ല. കാരണം അവിടെ നിന്നും അകറ്റി നിർത്തി എന്ന് പറയാൻ പറ്റില്ല, അകന്നു മാറി എന്നും പറയാം. അകന്നു മാറി. കാരണം എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്നതിൽ സംതൃപ്തരായി. മറ്റധികാരത്തിൽ വരുന്ന ആൾക്കാർ കൊടുക്കുന്ന ഈ എന്തെങ്കിലും തൃപ്തിയോടുകൂടി എറിഞ്ഞു കൊടുക്കുന്ന വസ്തുക്കൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ സംതൃപ്തരായി മാറി. ഇതാണ് സംഭവം. അപ്പോൾ അത് ഒരു ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ഏതാണ്ട് ആ വിധത്തിൽ തന്നെ പോയി. ഫസ്റ്റ് ജനറേഷൻ അതിനുള്ള വോയിസ് ഇല്ലാതെയായി, വിഭജനത്തോടുകൂടി വോയിസ് ഇല്ലാതെ. രണ്ടാമത്തെ സെക്കൻഡ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടിയാൽ മതി എന്നുള്ളിടത്തെത്തി. പക്ഷേ തേർഡ് ജനറേഷൻ 3G ഓർഗനൈസേഷൻസും കമ്മ്യൂണിറ്റിയും വന്നു. അപ്പോൾ ഈ തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള മുസ്ലിം സംഘടനകളിലെ തേർഡ് ജനറേഷൻ ഓർഗനൈസേഷനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തെ തന്നെ ഉയർത്തിയെടുക്കുന്നതിൽ, അതിനെ സാമൂഹ്യമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി എല്ലാ വിധത്തിലും അതിനെ വളർത്തിയെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ഈ തേർഡ് ജനറേഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ. हिंदुस्तान में एक नई सुबह आएगी, एक ऐसी सुबह जिसमें तमाम शहरी एक साथ भाई भाई बनकर रहेंगे. ऐसा एक नया सुबह इंशाअल्लाह हिंदुस्तान में आ जाएगी. मैं यहाँ और एक बात कहना चाहता हूँ कि हम इस्लामियत के साथ किसी भी कीमत पर समझौता नहीं करेंगे. चाहे वो जुल्म और सितम के कितने ही पहाड़ हम पर तोड़े, उनका जुल्म हमारे अंदर खौफ पैदा नहीं करेंगे. कोई धमकी और कोई लालच हमें झुका नहीं सकती. हम अपने रास्ते से 1 इंच भी पीछे नहीं हटेंगे. चाहो तो हमारे लाशों से एक हिमालय खड़ा कर दो और चाहो तो हमारे खून से एक यमुना तैयार कर लो. हम एक मकसद से बंधी हुई तंजीम है. हम उस मकसद से कभी नहीं हटने वाले. हम इस रूह को नस्ल दर नस्ल आगे पहुंचाते रहेंगे. कन्याकुमारी के समुद्र के किनारे से पॉपुलर फ्रंट का नारा बुलंद होगा तो उसके जवाब
जवाब में हिमालय की चोटियों से जिंदाबाद की गूंज आपको साफ सुनाई देंगे। എനിക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് സമർത്ഥനായ ഒരു സംഘാടകനാണ് അദ്ദേഹം. അത് വിദ്യാർത്ഥി ജീവിതകാലത്താണെങ്കിലും ശരി, അതിനുശേഷം യുവജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കാലത്തായാലും ശരി, പിന്നീട് വന്ന അദ്ദേഹം തന്നെ ബീജാവാപ്പം ചെയ്തു എന്ന് പറയാം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി സ്ഥാപിച്ചു എന്ന് പറയാവുന്ന പിന്നെ ആദ്യം NDF, പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറി, പിന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി CPI. ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ സമർത്ഥനായ ഒരു സംഘാടകൻ്റേതാണ്. എരപ്പങ്ങൽ അബൂബക്കർ മാഷിനെ എനിക്ക് ഒരു 50 വർഷത്തിലേറെ ആയിട്ടറിയാം. അപ്പോൾ അന്ന് മുതൽ ഉള്ള വളരെ അടുത്ത ബന്ധങ്ങളാണ് അദ്ദേഹവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് എനിക്കുള്ളത്. എനിക്ക് മാത്രമല്ല, എൻ്റെ അച്ഛൻ ആ കുടുംബവുമായിട്ട് വളരെ വളരെ അടുപ്പമുള്ള ഒരു ആളായിരുന്നു. എൻ്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹവുമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും വളരെ അടുത്ത ബന്ധം ഇന്നും പുലർത്തി വരുന്ന ആളാണ്. അബുമാഷിനെ വളരെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വളരെ അസാധാരണമായിട്ടുള്ള സംഘടനാശേഷി, വളരെ റെസല്യൂട്ടായിട്ടുള്ള, ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള വളരെ അടിയുറച്ച അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അതേപോലെ തന്നെ വളരെ സങ്കീർണമായ വിഷയങ്ങളിൽ പോലും വളരെ രസകരമായിട്ട് ഒരു തരത്തിലുള്ള സംഘർഷവും പുറത്ത് കാണിക്കാതെ വേണ്ടി വന്നാൽ തമാശ പറഞ്ഞുകൊണ്ട് നേരിടാനുള്ള ആ നാട്ടിൻപുറത്തുകാരൻ്റെ ശേഷി, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ സജീവമായിട്ടുള്ള ചില ഘടകങ്ങളാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ NDFൻ്റെയൊക്കെ രൂപീകരണ കാലത്ത് വളരെ കടുത്ത പ്രതിസന്ധികളുണ്ടായിരുന്നു, പല തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു, പോലീസ് സംവിധാനത്തു നിന്നൊക്കെയുള്ള വലിയ ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസവും മാനസികമായ കരുത്തും ഒരു തരത്തിലുള്ള വിശ്വാസദാർഢ്യവും എല്ലാ കാലത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ വളരെ ചെറിയൊരു സ്കൂളായിരുന്നു ആ കാലത്ത്. പിന്നീട് ആ സ്കൂളിൻ്റെ വളർച്ച വലിയൊരു സ്ഥാപനമായിട്ട് ഇപ്പോൾ അത് വന്നു, +2 വന്നു, ഒരുപാട് സ്ഥാപനങ്ങളായി, കുട്ടികൾ ഒരുപാടായി, ഒരുപാട് നേട്ടങ്ങളുണ്ടായി. പക്ഷേ അതിന് നേതൃത്വം വഹിച്ച PTA കമ്മിറ്റിയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എടുത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തേജസിൻ്റെ കാര്യത്തിലും തേജസ് തുടങ്ങുന്ന സമയത്ത് ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു വിഭവങ്ങളോടുകൂടിയാണ് തേജസ് തുടങ്ങിയത്. പക്ഷെ അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനം പിന്നീട് 13 വർഷക്കാലം വളരെ സജീവമായിട്ട് നിലനിർത്തുകയല്ല, വളരുകയും ചെയ്തു. പിന്നെ തീർച്ചയായും സർക്കാരിൻ്റെയും ദേശീയ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെയൊക്കെ അതീവ ഗുരുതരമായ സമ്മർദ്ദം കാരണം അതിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ കേരളത്തിൻ്റെ ആ സമീപകാലത്ത് ചരിത്രത്തിൽ ഒരു ന്യൂനപക്ഷ പിന്നോക്ക സമുദായം ഒന്നുമില്ലാതെ തുടങ്ങിയൊരു സ്ഥാപനം ഇത്ര വലിയൊരു മഹാസ്ഥാപനമായിട്ട് വളർത്തിയെടുത്തത്, ആ സംഘടനാ പാഠവും ആ കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, വ്യത്യസ്തമായ നിലപാടുകളുള്ള ആളുകളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ്, ഇങ്ങനെ വളരെ സജീവമായിട്ടുള്ള വളരെ 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 സങ്കീർണമായിട്ടുള്ള അവസ്ഥകളെ നേരിടാനുള്ള കഴിവ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അനാവശ്യമായി അധികം സംസാരിക്കാത്ത, വളരെ കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വളരെ ചടുലതയും വളരെ കൃത്യതയും പണ്ടേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാസ്തവത്തിൽ ഇന്ത്യൻ മുസ്ലിം ഒരു നേതാവിൽ നിന്നും ഏതൊരു മുസ്ലിമും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. നിർഭയരായിരിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി അദ്ദേഹത്തിൻ്റെ അതുല്യമായിട്ടുള്ള സംഘടനാ ശേഷിയും ഈ സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ആഴത്തിലുള്ള ധാരണകളും ആ വാക്കുകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്.
അബൂബക്കർ മാഷ് എന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും അബു സാഹിബ് എന്ന സഹപ്രവർത്തകരും അബു എന്ന് ഞങ്ങളെപ്പോലെയുള്ളതായ സമപ്രായക്കാരും വിളിക്കാറുള്ളതായ നമ്മുടെ പ്രിയങ്കരനായ അബൂബക്കർ സാഹിബ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. നമ്മൾ പിന്തിരിഞ്ഞ് ഓടേണ്ടവരല്ല, വിലപ്പിച്ച് ഇരിക്കേണ്ടവരല്ല, പ്രശ്നങ്ങളെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടേണ്ടവരാണ് എന്ന ഒരു ബോധ്യം ഇവിടുത്തെ യുവാക്കളിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയൊരളവോളം അദ്ദേഹത്തിൻ്റെ ജീവിതം വിജയിച്ചിരിക്കുന്നു. Abubakar Sahib is a very serious person, a learned person, a concerned person who has dreams of an empowered community, empowered in terms of education, in terms of culture, in terms of political rights. So he has a vision, a clear vision about how an empowered Muslim community can be, and also he helps others also, not just Muslims, which is a very good thing. So I think he is a rare person in our community who has a very large vision about all these things, political, cultural, civilizational, and also about how to uplift people in rural areas. All these things are very, very important. So even in All India Muslim Personal Law Board, peoples are impressed by his quality of organization, his dedication, his devotion, and his I can say that he has a very clear understanding of the problems Muslim Ummah are facing in India and around the world. So, and I can say that his understanding of Urdu language and his ability to communicate in Urdu language enhances a lot, and he is able to communicate whatever he feels in different meetings. And he for example, in All India Muslim Personal Law Board, his participation is very good, and whatever may the issue, whatever he think, he presented before the body. Living legend amongst the Muslim community as a social philanthropist. We know the Indian Muslim organizations are mostly formed before independence. After independence, hardly there are one or two organizations which has come up, but they could not do much, and ultimately they are silent or defunct organization. But I know him since the tsunami days, when the tsunami came and he was here. He was so much disturbed for the devastation of tsunami, and he did a lot of things. After the Assam massacre, he did a lot. After the Gujarat violence, he did a lot. The remarkable, that's why I salute him, and I repeat that he is the living legend amongst the Muslim community, though, but very silently he did a lot of work. ഇന്ന് ഇന്ത്യയുടെ 18 സംസ്ഥാനങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാർ കർമ്മനിരതരാണ്. ചിലയിടത്ത് സർവശിക്ഷാ ഗ്രാമമായും സ്കോളർഷിപ്പുകളായും വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നു. മറ്റു ചിലയിടങ്ങളിൽ കുടിവെള്ള വിതരണ പദ്ധതിയും ഭവന നിർമ്മാണവും തൊഴിൽ പരിശീലനവുമൊക്കെ സാമൂഹിക വികസനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അടിത്തറ രൂപപ്പെടുത്തിയെടുക്കുന്നു. വേറെ ചിലയിടത്ത് രാഷ്ട്രീയമായ ബോധവൽക്കരണമായിരിക്കും. സാമൂഹിക നീതിക്കു വേണ്ടിയുള്ള ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. നാലാമതൊരിടത്ത് പൗരത്വ നിഷേധത്തിനെതിരെയുള്ള പ്രക്ഷോഭം പോലെ ജനകീയ സമരങ്ങളായിരിക്കും. ചുരുക്കത്തിൽ സമഗ്രവും സന്തുലിതവുമായ വികസനത്തിലൂടെ പാർശ്വവൽകൃത വിഭാഗങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ചൈതന്യം എവിടെയും തിളങ്ങി നിന്നു. ചരിത്രത്തിലും വർത്തമാനത്തിലും ഒരു ജനത സ്വന്തം വഴി കണ്ടുപിടിച്ചതിൻ്റെ പ്രതീകമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അത് സാക്ഷ്യപ്പെടുത്തുകയാണ് മുന്നിൽ നടന്ന് അബൂബക്കർ. രാജസ്ഥാനിൽ ചുട്ടുകൊല്ലപ്പെട്ട അഫ്രാസുലിൻ്റെ ബംഗാളിലെ മാൾഡയിലുള്ള വീട് ഞാൻ സന്ദർശിച്ചു. 3 പെൺകുട്ടികളും അവരുടെ ഉമ്മയും ഒരു മുറിയിൽ കഴിഞ്ഞുകൂടുന്നു. വേദനയല്ലാതെ മറ്റൊന്നും ആ വീട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല.
ജുനൈദിൻ്റെ പഹ്ലു ഖാൻ്റെ ജാർഖണ്ഡിൽ കൊല ചെയ്യപ്പെട്ട ഷഫീഖ്, ഷെയ്ഖ് ഹലീം, സജ്ജാദ് നഈം, അലിമുദ്ദീൻ, മഹാഭാഗ്യം കൊണ്ട് മരണത്തിൻ്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉസ്മാൻ അൻസാരി എന്നിവരുടെ വീടുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാം അനിച്ഛാപൂർവം രക്തസാക്ഷികളായവരാണ്. ഇച്ഛാപൂർവം രക്തസാക്ഷികളാവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അഫ്രാസുൽ ഹക്കിൻ്റെ നാട്ടിൽ പെട്ടെന്നൊരു നാട്ടുകാർ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞു, അവരോട് സൂചിപ്പിച്ചു. അവർ കണ്ണീരോടെ തലകുലുക്കി. കാരണം മരണഭയമാണ് മുസ്ലിങ്ങൾ ഈ വിധത്തിൽ വേട്ടയാടപ്പെടാൻ കാരണം. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടരുതെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഈ ആളുകളോട് പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിലെ എൻ്റെ സഹപ്രവർത്തകരെ, ഏതാണ്ട് 28 വർഷമായി ഞാൻ നിങ്ങളോടൊപ്പം. നിങ്ങൾ മുമ്പിൽ നടക്കാൻ പറഞ്ഞപ്പോൾ മുമ്പിൽ നടന്നു, നിങ്ങൾ പിന്നിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ പിന്നിൽ നിന്നു. കഴിഞ്ഞ 28 വർഷമായി മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്, നിരന്തരമായി ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. ദുരിതത്തിൻ്റെയും പ്രഭാവത്തിൻ്റെയും വഴിത്താരയിൽ ഞാൻ നിങ്ങളെ അനുഗമിച്ചിട്ടുണ്ട്. നമുക്ക് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനരാത്രങ്ങൾ നാം ഒരുമിച്ച് കഴിച്ചുകൂട്ടി. അന്നൊക്കെ നിങ്ങളുടെ സത്യസന്ധതയും കൂറും ധീരതയും ഇച്ഛാശക്തിയും നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് മെരുങ്ങുന്നവരല്ലെന്നും പ്രകോപനങ്ങളിൽ കുരുങ്ങുന്നവരല്ലെന്നും എനിക്കറിയാം. ഇത് ഭാവിയിൽ അത് ജനങ്ങളും മനസ്സിലാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അഭ്യർത്ഥനയും. ഇന്ന് ഞാൻ നിങ്ങളുടെ ചലനങ്ങൾ കണ്ടു. പക്ഷേ അത് ചലനമായിരുന്നില്ല, ജ്വലനമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രസ്ഥാനം എൻ്റെ സിരകളിൽ, എൻ്റെ ധമനികളിൽ, എൻ്റെ സ്നായുക്കളിൽ, എൻ്റെ ഗ്രന്ഥികളിൽ എങ്ങനെ അധിനിവേശം നേടിയോ അതേപോലെ നിങ്ങൾ എൻ്റെ കരളിലും എൻ്റെ ഹൃദയത്തിലും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തട്ടെ. വാഹൃദാന